ദുരാചാരക്കൊല എന്ന് കേട്ടിട്ടുണ്ടോ താങ്കൾ? കെവിൻ എന്ന് പറയുന്നത് കെവിന്റെ അച്ഛനും, കെവിന്റെ അല്ല, നീതുവിന്റെ ആങ്ങളയ്ക്കും, നീനുവിന്റെ ആങ്ങളയ്ക്കും അച്ഛനും വിവരമില്ലാഞ്ഞിട്ട് അവർ മാത്രമാണ്. അതൊരു സമൂഹത്തെ മുഴുവൻ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പറ്റില്ല നമുക്ക്. സമൂഹത്തിനെ മുഴുവനല്ല കുറ്റപ്പെടുത്തുന്നത്. ഇന്നും 100% മാറിയിട്ടില്ല. നീനു മാറിയില്ലല്ലോ. നീനു അവളുടെ കാമുവിന്റെ വീട്ടിൽ താമസിച്ചില്ലേ, അന്തസ്സായിട്ട് താമസിച്ചില്ലേ? അതാണ്. അപ്പൊ ഒരേ വീട്ടിൽ പല സ്വഭാവക്കാരുണ്ടാവും എന്ന് വെച്ചിട്ട് എല്ലാവരും മോശക്കാരാണോ? ആണ്. അതുകൊണ്ടാണ് താങ്കളോട് ഞാൻ ഇപ്പോഴും പറയുന്നത്, ഈ സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ ഈ 100% ആയിട്ടില്ല എന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 100% ജാതി വ്യവസ്ഥ, 100% പറയട്ടെ, 100% ജാതി വ്യവസ്ഥകൾ ഉണ്ടായിരുന്ന സമയത്താണ് ശ്രീനാരായണ ഗുരു, മഹാത്മാ അയ്യങ്കാളിയൊക്കെ സമരം ചെയ്ത് അത് 50%-ലേക്ക് 40% ഇപ്പോഴും ഒരു 20 അയാളുടെ പാട്ടുകളും അയാളുടെ സൃഷ്ടികളുമാണ് അയാളുടെ സമരം. അയാളൊരു മഹാത്മാ അയ്യങ്കാളി. കാശ് മേടിച്ച് സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുന്ന എന്ത് സമരമാണോ? എന്ത് അയ്യങ്കാളി കാശ് മേടിച്ചിട്ടല്ല സമരം ചെയ്തത്? ശ്രീനാരായണ പ്രതിഫലം. അതാണ് സമരം, അതാണ് നവോത്ഥാനം എന്ന് പറയുന്നത്.